സ്കൂൾ വിട്ട് വീട്ടിലെത്താൻ തിടുക്കമായി. രാജു കൊണ്ടുവന്ന കളിപ്പാട്ടമാണ് മനസ്സ് നിറയെ. സ്റ്റീലിൻ്റെ വളഞ്ഞ പട്ടയിൽ ഉറപ്പിച്ചു വച്ച 2 പൂവൻകോഴികൾ. പട്ട കൈകൊണ്ട് അടുപ്പിക്കുമ്പോൾ അവർ തീറ്റ കൊത്തും. കാണാൻ നല്ല രസം. പൂരം കൊടിയേറിയ നാൾ മുതൽ വീട്ടിലും ഉത്സവമാണ്. വൈകിട്ട് വീട്ടിലെത്തിയാലുടൻ കുളിച്ചൊരുങ്ങി ഉത്സവപ്പറമ്പിലേക്കുള്ള യാത്ര. ചിറ്റയോ മാമനോ അയൽപ്പക്കത്തെ മുതിർന്നവരോ കൂടെ ഉണ്ടാകും. എല്ലാം കണ്ടും കേട്ടും തിരിച്ചെത്തുമ്പോൾ ഒരു നേരമാകും. പിറ്റേന്ന് സ്കൂളിൽ വരുമ്പോൾ ഉത്സവപ്പറമ്പിലെ കുഞ്ഞൻ കളിപ്പാട്ടങ്ങൾ പലരുടെയും സഞ്ചികളിലുണ്ടാകും. പെൺകുട്ടികളുടെ മുടിയിൽ ജമന്തിപ്പൂക്കൾ, കൈകളിൽ പുതുപുത്തൻ വളകൾ. സ്കൂളിനും ഉത്സവപ്പറമ്പിൻ്റെ മണവും മധുരവും. ശാന്തചിറ്റ ഉത്സവത്തിനെത്തും. ചിറ്റയുടെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യത്തെ ഉത്സവമാണ്. കോഴിക്കോട്ടുള്ള അല്പം പരിഷ്കാരിയായ ചിറ്റപ്പനെ ഞാൻ ഉൾപ്പെടെയുള്ള കുട്ടിപ്പട്ടാളം മഹിയങ്കിൾ എന്നാണ് വിളിക്കുക. മഹിയങ്കിൾ നിരീശ്വരവാദിയാണ്, പക്ഷേ ആരുടെയും വിശ്വാസങ്ങൾക്കെതിരല്ല. മഹിയങ്കിളിൻ്റെ ആഡംബര കാർ മുറ്റത്ത് കണ്ടു. ചിറ്റ എത്തിയിട്ടുണ്ടാവും. ഞാൻ അകത്തേക്ക് ഓടി. ഒന്നും കഴിക്കാൻ പോലും നിൽക്കാതെ നേരെ കുളിപ്പുരയിലേക്ക്. ചിറ്റ കൊണ്ടുവന്ന പുത്തൻ ഉടുപ്പണിഞ്ഞ് മുറ്റത്തേക്കിറങ്ങി. അമ്മയും ചിറ്റയും ഞാനും ഉത്സവപ്പറമ്പിലേക്ക് നടന്നു. പോകും വഴി പലരും കൂടെ കൂടി. മാലിനി ചേച്ചി, നാരായണി അമ്മ, കൊച്ചുമകൻ കിട്ടുണ്ണി. കാവ് അടുത്തപ്പോഴേക്കും ഞങ്ങൾ വലിയ ഒരു സംഘം തന്നെയായി. നല്ല തിക്കും തിരക്കും. എൻ്റെ കണ്ണുകൾ വഴിയരികിലെ കളിപ്പാട്ടക്കടകളിൽ ഉടക്കി. എൻ്റെ കൈകളിൽ മുറുകെ പിടിച്ച് ചിറ്റ എന്നെ ബലമായി മുൻപോട്ട് നടത്തി. മഹിയങ്കിൾ വന്നതിന് ശേഷം ചിറ്റയ്ക്ക് എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞില്ലേ എന്നൊരു സംശയം. മുൻപൊക്കെ എനിക്കൊപ്പം കളിപ്പാട്ടങ്ങളും ചിറ്റയ്ക്കുള്ള ചാന്തും കരിവളകളും വാങ്ങാൻ എത്ര നേരം വേണമെങ്കിലും നിൽക്കുമായിരുന്നു. ഇപ്പോൾ ചിറ്റയ്ക്ക് സ്വർണ്ണവളകൾ ഉണ്ടല്ലോ. അതാ രാജു വാങ്ങിയതുപോലുള്ള പൂങ്കോഴി കളിപ്പാട്ടം. ഞാൻ ചിറ്റയുടെ കൈ പിടിച്ചു വലിച്ചു. കടയുടെ വശത്തേക്ക് അടുപ്പിച്ചു. ചിറ്റ തിരക്കിൽപ്പെട്ട് വീഴാൻ തുടങ്ങി. എങ്കിലും ശകാരിച്ചില്ല. തൊഴുതിറങ്ങുമ്പോൾ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാട്ടോ. ഈ പൂങ്കോഴി കളിപ്പാട്ടം എനിക്കിഷ്ടമാ ചിറ്റേ, ഞാൻ മനോഗതം അറിയിച്ചു. വാങ്ങാമല്ലോ. അത് കേട്ടതും ഞാൻ അനുസരണയോടെ ചിറ്റയുടെ കൈ പിടിച്ച് നടന്നു. കോവിലിന് മുൻപിലും തിരക്കോട് തിരക്ക്. എന്നെ ആരോ മുകളിലേക്ക് ഉയർത്തി. സർവാഭരണ വിഭൂഷിതയായ ദേവിയെ കണ്ടു തൊഴുമ്പോഴും മനസ്സിൽ പൂങ്കോഴി കളിപ്പാട്ടം മായാതെ നിന്നു. അത് തീർന്നു പോകുമോ ആവോ. ഞങ്ങളുടെ സംഘം വടക്കേ നടയിൽ ഒത്തുകൂടി. മഹിയങ്കിൾ കമ്മിറ്റി ഓഫീസിന് മുൻപിൽ നിൽക്കാൻ സമയം പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ ചിറ്റയ്ക്ക് മാത്രമേ വാച്ചുള്ളൂ. വിവാഹ സമ്മാനമായി കിട്ടിയ സ്വർണ്ണ നിറമുള്ള വാച്ച്. ചിറ്റ അതിൽ നോക്കി തിരക്ക് വെച്ച് മുൻപോട്ട് നടന്നു. എങ്കിലും കളിപ്പാട്ടം വാങ്ങിത്തരാതിരിക്കില്ല. ചിറ്റ വാക്ക് പറഞ്ഞാൽ വാക്കാണ്. ശാന്തി, നിന്റെ മാല എവിടെ? മാലിനി ചേച്ചിയുടെ ചോദ്യം കേട്ട് എല്ലാവരും ഞെട്ടി. അയ്യോ, എൻ്റെ മാല! ചിറ്റ നടുക്കത്തോടെ കഴുത്തിൽ പരതി. മുടിയിലും സാരിയുടെ മടക്കുകളിലും എല്ലാം പരതി. സ്വർണ്ണമിടേണ്ട എന്ന് മഹിയേട്ടൻ പറഞ്ഞതാണ്, കെട്ടുതാലിയല്ലേ എന്ന് കരുതി ചിറ്റ വിതുമ്പി. ഉത്സവ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ എത്തിയപ്പോഴേക്കും ചിറ്റ കരഞ്ഞ് തളർന്നിരുന്നു. മഹിയങ്കിൾ വിഷമം പുറത്ത് കാണിക്കാതെ ചിറ്റയെ ചേർത്ത് പിടിച്ചു. മാസം 1 തികയും മുമ്പ് താലിയറ്റുപോയാൽ ദോഷമല്ലേ നാരായണിയമ്മേ? ചോദ്യമെറിഞ്ഞ സ്ത്രീയെ മഹിയങ്കിൾ രൂക്ഷമായി നോക്കി. നീയല്ലേ എൻ്റെ പൊന്ന് എന്ന് ചേർത്ത് പിടിച്ചു പറഞ്ഞപ്പോൾ ചിറ്റയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. മൈക്കിലൂടെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയ ശേഷം വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ എല്ലാവരും തിരികെ നടന്നു. ആരും ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. വഴിയരികിൽ കളിപ്പാട്ട പൂങ്കോഴികൾ കൊത്തുകൂടി. ദേവിയെ തൊഴുതപ്പോൾ പൂങ്കോഴി കളിപ്പാട്ടം ഓർത്തതിന് ദേവി കോപിച്ചു കാണുമോ? പക്ഷേ ചിറ്റ എന്ത് പിഴച്ചു? ചിറ്റ എന്തോ പറഞ്ഞത് കേട്ട് മഹിയങ്കിൾ തിരികെ നടന്നു. ഞാനിപ്പോൾ വരാം, എല്ലാവരും സൈഡിൽ ഒതുങ്ങി നിന്നോളൂ. തൻ്റെ അശ്രദ്ധ മൂലമാണല്ലോ എന്ന കുറ്റബോധത്തോടെ ചിറ്റ വിതുമ്പി. മാല പോയാലും അതിലെ താലിയെങ്കിലും തിരികെ കിട്ടിയെങ്കിൽ.
ദൂരെ നിന്ന് അങ്കിൾ വരുന്നത് കണ്ടു. അങ്കിൾ ഓടി വന്ന് എന്നെ വാരിയെടുത്ത് ഒരു പൊതി വച്ച് നീട്ടി. ഒന്ന് തുറന്നു നോക്ക്. ഞാൻ പൊതി തുറന്നു. എൻ്റെ മനസ്സിൽ ഒരു ഉത്സവമേളം മുഴങ്ങി. പൂങ്കോഴി കളിപ്പാട്ടം. ഞാൻ വിരലമർത്തി. ടക്ക് ടക്ക്. ശാന്തേ, ഇത് നിനക്കാണ്. ഇത്തിരി പോന്ന ഒരു ചെറിയ പൊതി. ചാന്തോ മറ്റോ ആവോ. ചിറ്റ പൊതി തുറന്നു. ചിറ്റയുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. എൻ്റെ മാല! മഹിയേട്ട, ഇതെങ്ങനെ? ഈ പൂങ്കോഴി കളിപ്പാട്ടമാണ് കാരണം. കളിപ്പാട്ടക്കടയുടെ മുന്നിൽ മണ്ണിൽ പുതഞ്ഞു കിടന്ന മാലയുടെ തിളക്കം ഭാഗ്യത്തിന് എൻ്റെ കണ്ണിലാണ് പെട്ടത്. കടയുടെ മുൻപിലേക്ക് ചിറ്റയെ വലിച്ചിഴച്ചപ്പോൾ ചിറ്റ വീഴാൻ തുടങ്ങിയത് ഓർമ്മ വന്നു. എൻ്റെ കുഞ്ഞു മനസ്സ് കണ്ട ചിറ്റയുടെ തങ്ക മനസ്സിന് കിട്ടിയ സമ്മാനം.